FCRA നിയമ ഭേദഗതി ബില്ലിൽ അടവ് നയവുമായി കേന്ദ്ര സർക്കാർ. പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തിന് പിന്നാലെ ബില്ലിലെ ഇന്നത്തെ ചർച്ചയിൽ നിന്ന് കേന്ദ്രം പിന്മാറി. ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കില്ല എന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ബിൽ ഒരു വിഭാഗത്തെയും ലക്ഷ്യം വെച്ചിട്ടില്ല എന്നും വ്യക്തമാക്കി. കേരളത്തിലെ ജനങ്ങളെ കോൺഗ്രസും ഇടതുപക്ഷവും തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നും കേന്ദ്രമന്ത്രി. വിവാദ ബില്ലിൽ പാർലമെന്റിനകത്തും പുറത്തും UDF എംപിമാർ പ്രതിഷേധിച്ചു. ये FCRA अमेंडमेंट बिल पहले इंट्रोड्यूस हुआ था, इसीलिए आज सूची में आया है. आज FCRA बिल जो लिस्टेड है वो कंसिडरेशन के लिए टेकअप नहीं किया जा रहा है. FCRA को लेकर के गलत फहमी जो फैलाया गया है केरल में, ये ठीक बात नहीं है. किसी धर्म के खिलाफ नहीं है, किसी संगठन को टारगेट नहीं किया जा रहा है. ये केरल में चुनाव को देखते हुए कांग्रेस और कम्युनिस्ट वालों ने गलत बात को फैलाया गया है. The Congress and Communist Party are misleading the people of Kerala. നോബൽ മാരിക്കാരൻ വിവരങ്ങളുമായി ചേരുകയാണ്. നോബൽ, ഇന്ന് ബിൽ ലോക്സഭയിൽ നാളെ രാജ്യസഭയിൽ എന്നുള്ള തീരുമാനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി വന്നിരിക്കുന്നു. കടുത്ത പ്രതിഷേധവും ഈ രാഷ്ട്രീയ സാഹചര്യവും പരിഗണിച്ച് മധു, അങ്ങനെ തന്നെയാണ്. വലിയ പ്രതിഷേധവും രാഷ്ട്രീയ സാഹചര്യവും പരിഗണിച്ചുകൊണ്ടാണ് എന്താണെങ്കിലും ഇന്നിപ്പോൾ ഈ ബില്ല് ലോക്സഭയിൽ ഇല്ല എന്ന കാര്യം സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനർത്ഥം ഈ ബില്ലിൽ നിന്ന് പൂർണ്ണമായും സർക്കാർ പിന്മാറുന്നു എന്നുള്ളതല്ല, മറിച്ച് വരും സമ്മേളനമടക്കം ഈ ബില്ല് കൊണ്ടുവരാൻ സാധ്യത വളരെ കൂടുതലായി നമുക്ക് വിലയിരുത്തേണ്ടതായി വരും. നിലവിൽ വലിയ പ്രതിഷേധമാണ് ഇന്നിപ്പോൾ രാവിലെ പാർലമെന്റ് കവാടത്തിലും പിന്നീട് പാർലമെന്റിന് അകത്തും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തും ഉണ്ടായത്. പ്രതിപക്ഷ എംപിമാർ പാർലമെന്റ് കവാടത്തിൽ വലിയ മുദ്രാവാക്യം വിളിച്ചു. ആദ്യം ഇന്ത്യ സഖ്യമായും പിന്നീട് കേരളത്തിലെ UDF എംപിമാരും വെവ്വേറെ പ്രതിഷേധങ്ങൾ നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ പോലും ക്രൈസ്തവ സഭകളുടെ ഭാഗത്തുനിന്ന് വലിയ ആശങ്കയും പ്രതിഷേധവുമാണ് ഈ വിഷയവുമായി FCRA ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ഉയർന്നത്. ആ ആശങ്ക കൃത്യമായി തന്നെ ദേശീയ നേതൃത്വം പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനെ അടക്കം അറിയിക്കുകയും ചെയ്തിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവരുമായി CBCI നേതാക്കൾ, CBCIയുടെ പ്രധാനപ്പെട്ട വക്താക്കൾ സംസാരിച്ചു എന്നാണ് അവിടെ നിന്ന് വിവരം ഉള്ളത്. ഒപ്പം സംസ്ഥാനത്തെ കേരളത്തിലെ BJP നേതൃത്വവും ഇക്കാര്യം പ്രധാനമന്ത്രി അടക്കം ധരിപ്പിച്ചു. കാരണം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു ബില്ല് വരുന്ന ക്രൈസ്തവ വോട്ടുകൾ പൂർണ്ണമായും BJPക്ക് എതിരാക്കും എന്നൊരു വികാരം ഉണ്ട്. അത് കൃത്യമായി തന്നെ ദേശീയ BJP നേതൃത്വത്തെയും പ്രധാനമന്ത്രി അടക്കമുള്ളവരെയും നേതാക്കൾ അറിയിച്ചു എന്ന് അറിയാൻ കഴിയുന്നു. ഈ പശ്ചാത്തലത്തിലൊക്കെയാണ് എന്താണെങ്കിലും ഇന്നിപ്പോൾ FCRA ഭേദഗതി ബിൽ ചർച്ച ചെയ്യുന്നതെന്ന് കേന്ദ്ര സർക്കാർ പിന്മാറിയത്. നേരത്തെ മാൽ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യം ലോക്സഭയിലും പിന്നീട് നാളെ രാജ്യസഭയിലും ഈ ബില്ല് എത്തിക്കാനായിരുന്നു കേന്ദ്ര സർക്കാർ ആലോചിച്ചിരുന്നത്. അങ്ങനെ തന്നെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തത്. പക്ഷേ പ്രതിഷേധം ശക്തമായതിന് പിന്നാലെയാണ് അപ്രതീക്ഷിതമായി ഇന്നിപ്പോൾ ഈ ബില്ല് മാറ്റുന്ന സാഹചര്യം എന്താണെങ്കിലും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ബില്ല് മാറ്റുമ്പോൾ ബില്ലിന്നിപ്പോൾ ചർച്ചയ്ക്ക് എടുക്കാതിരിക്കുമ്പോഴും ഈ ആശങ്കകൾ നിലനിൽക്കുന്നു എന്നാണ് അല്പം മുമ്പ് CBCI വൃത്തങ്ങൾ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ബില്ലിലെ വിവാദ വ്യവസ്ഥകൾ മാറ്റി വേണം ഇത് കൊണ്ടുവരാൻ എന്ന നിർദ്ദേശം അവർ വീണ്ടും മുന്നോട്ട് വയ്ക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി, പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളെ കണ്ടുകൊണ്ട് ഈ ആശങ്ക വീണ്ടും അറിയിക്കാൻ ഒരുങ്ങുകൂടിയാണ് CBCI എന്ന് വേണം FCRA ബില്ലിൽ നിന്ന് കേന്ദ്രം താൽക്കാലികമായി പിന്നോട്ട്.